ഹൗ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് റൂട്ട് 3. നമ്മൾ റൂട്ട് 2ൻ്റെ വാല്യൂ കാണുന്നത് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. റൂട്ട് 3ൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് 1.6 സ്ക്വയർ മുതൽ മതി. 16ൻ്റെ സ്ക്വയർ 256 1.6ൻ്റെ സ്ക്വയർ 2.56. റൂട്ട് ഓഫ് 2.56 1.6 എന്ന് വരും. അങ്ങനെ 1.7 സ്ക്വയർ 2.89. റൂട്ട് ഓഫ് 2.89 ഈക്വൽ ടു 1.7. 1.8 square equal to 3.24. Root of 3.24 equal to 1.8. ഇനി നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ 2.89 ഈ 2.89 കഴിഞ്ഞാലുള്ള നമ്പറാണ്. 2.89 കഴിഞ്ഞാൽ 2.90 ഉണ്ട്, 2.91 ഉണ്ട്, പിന്നെ 2.92 അങ്ങനെ പോയിട്ട് 2.99 അതായത് 299 കഴിഞ്ഞാലാണ് എന്ത് വരിക 300 അതായത് 3.00 നമ്മുടെ റൂട്ട് 3 എന്ന് പറയുന്ന വാല്യൂ വരിക. ഈ 2.89 കഴിഞ്ഞാൽ 2.90 2.91 92 93 അങ്ങനെ 2.99 കഴിഞ്ഞാൽ 3 വരും അല്ലേ, 300 അതായത് റൂട്ട് പോയിൻ്റ് ആയതുകൊണ്ട് റൂട്ട് 3.00 എന്ന് വരും. അതാണ് നമ്മൾ റൂട്ട് 3 എന്ന് പറഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ റൂട്ട് 3 കഴിഞ്ഞാൽ പിന്നെ റൂട്ട് 3.01 02 03 04 05 06 07 08 09 പിന്നെ 3.10 അങ്ങനെ നമുക്ക് നമ്പേഴ്സ് അങ്ങോട്ട് എഴുതാൻ വേണ്ടി പറ്റും. അങ്ങനെ 3.24 വരെ. അപ്പോൾ ഇത് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, നമ്മുടെ റൂട്ട് 3 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നമ്പറിനും ഇടയിലായിരിക്കും. 1.7നും 1.8നും ഇടയിൽ. റൂട്ട് 3 ഈസ് ലൈൻ ബിറ്റ്വീൻ 1.7 ആൻഡ് 1.8. ആ രണ്ട് നമ്പറിനും ഇടയിൽ നമുക്കൊരുപാട് നമ്പർ എഴുതാം. ഇവിടെ നമ്മളൊരു 0യും ഇവിടെ ഒരു 0യും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 70യും 8യും. ഈ 70ക്കും 8ക്കും ഇടയിൽ ഇത്രയും നമ്പേഴ്സ് ഉണ്ടാവും. 71 72 73 74 75 76 77 78 79 പിന്നെ 80ൻ്റെ ഇത്രയും വരെ നമ്പേഴ്സ് ഉണ്ടാവും. ഇവിടെ നമ്മൾ 1.7ലാണ് സ്റ്റാർട്ട് ചെയ്യുക. 1.7 എന്ന് പറയുന്നത് 1.70. പിന്നെ നമ്മൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് നമ്പർ കഴിഞ്ഞിട്ട് 0 ഇടാത്തത് കൊണ്ടാണ്. ഇനി നമുക്ക് എപ്പോഴും എക്സാമിന് വരുമ്പോൾ നമുക്കിതിൻ്റെ ആൻസർ അറിഞ്ഞിട്ടാണല്ലോ നമ്മളിതിൻ്റെ സ്റ്റെപ്പ് എഴുതുന്നത്. നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം, നമ്മുടെ റൂട്ട് 3ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.7321 ആണ്. ഇനി ഈ 1.1 1.2 1.3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 1.73 ഇങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ 1.73ക്കും 74നും ഇടയിലാണ് നമ്മുടെ റൂട്ട് 3ൻ്റെ സ്ഥാനം എന്ന് പറയാം. റൂട്ട് 3 ഈസ് ലൈൻ ബിറ്റ്വീൻ 1.73 ആൻഡ് 1.74. അതായത് നമ്മുടെ റൂട്ട് 3 എന്ന് പറയുന്നത് റൂട്ട് 3 1.73ക്കും 1.74നും ഇടയിലാണ്. അപ്പോൾ ഇത് രണ്ട് നമ്പറിൻ്റെ ഇടയിൽ ഇവിടെ ഒരു 0യും ഇവിടെ ഒരു 0യും ഇട്ട് കൊടുത്താൽ അതായത് 730ഉം 740 731 32 33 34 35 ഇങ്ങനെ പറഞ്ഞിട്ട് പോവും. അതിൽ നമുക്ക് 732നും 33നും ഇടയിലുള്ള നമ്പർ നമുക്ക് എഴുതാം. അതാണ് നമ്മുടെ ഇത്. നിങ്ങൾ ചോദിക്കും ഇത് എങ്ങനെ എടുക്കുക എന്നുള്ളത്. അതങ്ങനെ എടുക്കുക തന്നെ, നമ്മളത് ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. ഇത് 1.73 ആണെന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ ഈ രീതിയിൽ നമ്മുടെ സ്റ്റെപ്പുകളൊക്കെ എഴുതി തീർക്കാം. അടുത്തത് നമ്മുടെ പേജ് നമ്പർ 25ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വി ഹാവ് സീൻ ഇൻ ക്ലാസ് 8 ദാറ്റ് എനി ഓഡ് നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് ദ ഡിഫറൻസ് ഓഫ് ടു പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. യൂസ് ദീസ് ടു ഡ്രോ സ്ക്വയർ ഓഫ് ഏരിയ 7 centimeters ആൻഡ് 11 square centimeter. വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദീ സ്ക്വയേഴ്സ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നത് നമ്മൾ ഏത് ഓഡ് നമ്പറും നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വയറിൻ്റെ വ്യത്യാസങ്ങളായിട്ട് എഴുതാൻ പറ്റും. നിങ്ങൾ നോക്കേണ്ടത് എന്ത് മാത്രമാണ്, 3 എന്ന് പറയുന്ന നമ്പർ അടുത്തടുത്തുള്ള നമ്പർ കൂട്ടിയാൽ കിട്ടുന്നതായി എടുക്കാൻ പാടുള്ളൂ. 3 എന്ന് പറയുമ്പോൾ 2 + 1 ആണ് 3, അതിൻ്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യാം. 5 എന്ന് പറയുമ്പം 3 + 2 5, അതായത് അടുത്തടുത്തുള്ള നമ്പർ. 5 എന്ന് പറഞ്ഞാൽ 4 + 1 ഉണ്ട്, അതെന്തുകൊണ്ട് എടുക്കാതെ നമ്മൾ 4ഉം 1ഉം അടുത്തടുത്തല്ല. 3 square - 2 square. 7 എന്ന് പറയുമ്പോൾ 6 + 1 ഉണ്ട്, 4 + 3 ഉണ്ട്, 5 + 2 ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് 4 + 3 മാത്രം എടുക്കുന്നത്? അത് മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, 4 square - 3 square കിട്ടുള്ളൂ. 9 എന്ന് പറയുമ്പം 5 square - 4 square. 5 + 9 5 + 4 9 കിട്ടുന്ന നമ്പറാണ്. അതുപോലെ 6 + 5 11 ആണ്.
നമ്മൾ 7ഉം 4ഉം ഒന്നും എടുക്കുന്നില്ല, നമ്മൾ എടുക്കുന്നത് അടുത്തടുത്തുള്ളത് മാത്രമാണ്. അടുത്തടുത്തുള്ള നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ വ്യത്യാസങ്ങളായിട്ട് നമുക്ക് എല്ലാ ഓഡ് നമ്പറും, ഇതൊക്കെ ഓഡ് നമ്പറാണ്, ഇതൊക്കെ നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റും. ഇപ്പോൾ നോക്കിയാൽ 15, 8ഉം 7ഉം 15ആണ്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 7ഉം 11 വരുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ 7ാം ക്ലാസ്സിൽ ഇതിൻ്റെ പിക്ചർ വരയാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ പൈതഗോറസ് തിയറം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. അതായത് ഹൈപ്പട്ടന്യൂസ് സ്ക്വയർ എന്ന് ബേസ് സ്ക്വയർ മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കിട്ടും. അതുപോലെ ഹൈപ്പട്ടന്യൂസ് സ്ക്വയർ എന്ന് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബേസ് സ്ക്വയർ കിട്ടും. ഹൈപ്പട്ടന്യൂസ് ആണ് വലുത്. ബേസ് സ്ക്വയറും ആൾട്ടിറ്റ്യൂഡും പ്ലസ് ചെയ്താൽ നമുക്ക് ഹൈപ്പട്ടന്യൂസ് ആണ് കിട്ടുക. അപ്പം നമ്മുടെ ഈ ഒന്നാമത്തെ കാര്യത്തിൽ നമ്മൾ ആ പിക്ചർ വരയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വെറുതെ ഇങ്ങനെ ഒരു വര വരക്കാം. നമ്മൾ എന്ത് ചെയ്യുക? 3 സെൻറ്റിമീറ്റർ ഹൈറ്റ് എടുക്കുക. അതായത് നമ്മുടെ ഈ 7 വരയുമ്പം വെറുതെ ഒരു വര വരഞ്ഞിട്ട് ഈ ചെറിയ നമ്പർ 3 എടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 4 സെൻറ്റിമീറ്റർ ആയി കൊടുക്കുക. ഇത് 90 ഡിഗ്രി. അപ്പോൾ കിട്ടുന്ന നമ്മുടെ ഈ മെഷർമെൻറ്റിനെയാണ് എന്ത് പറയുക? √7 എന്നാണ് പറയുക. അതായത് 4 സ്ക്വയറും 3 സ്ക്വയറും ആകുമ്പം 7 ആണെങ്കിൽ 4ഉം 3ഉം ആകുമ്പോൾ √7 ആയിരിക്കും. ഈ സൈഡ് √7 ആയിരിക്കും. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 90 ഡിഗ്രി ഇങ്ങനെ കുത്തനെ വരഞ്ഞു. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 90 ഡിഗ്രി വരഞ്ഞു. എന്നിട്ട് ഈ മെഷർമെൻറ്റ് കോമ്പസിലെടുത്തിട്ട് ഇത് കോമ്പസിലെടുക്കുക. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ആർക്ക് വരയ്ക്കുക. അതുപോലെ ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ആർക്ക് വരയ്ക്കുക. ഇത് ഞാൻ മുന്നേ 7th വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവർ അത് പോയി കാണും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ കിട്ടും. ഇതാണ് നമ്മുടെ സൈഡ് √7. അതായത് എല്ലാ സൈഡും √7 ആയിരിക്കും ഇതിൻ്റെത് അല്ലേ? എല്ലാ സൈഡും √7 ആയിരിക്കും. അപ്പോൾ ഈ പിക്ചറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം, സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ സൈഡ് ഇൻറ്റു സൈഡാണ്. √7 ഇൻറ്റു √7 ആയിരിക്കും. √7 ഇൻറ്റു √7 എന്ന് പറഞ്ഞാൽ 7. റൂട്ടുള്ള ഒരേ നമ്പർ √2 ഇൻറ്റു √2 എന്ന് പറയുമ്പോൾ 2 ആണ്. അങ്ങനെയാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ ഈ സ്ക്വയറിൻ്റെ അതായത് ഏരിയ പരപ്പളവ് 7 വരണമെങ്കിൽ നമുക്ക് സൈഡ് എത്രയായിരിക്കണം? √7 ആയിരിക്കണം. ഈ പിക്ചർ തന്നെ നമുക്ക് വേറൊരു വിധത്തിലും കൂടെ വരയാം. എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം 3 സെൻറ്റിമീറ്റർ എടുക്കുക. എന്നിട്ട് ഇത് ഈ കുത്തനെയുള്ള വര വെറുതെ വരയാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 4 സെൻറ്റിമീറ്റർ എടുക്കാം. 4. അപ്പം നമുക്ക് ഇതാ കിട്ടുന്ന ഈ മെഷർമെൻ്റ് ആയിരിക്കും √7. നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങോട്ടേക്കും 90 എടുക്കാം. ഈ മെഷർമെൻറ്റ് കോമ്പസിലെടുത്തിട്ട് ആർക്ക് വരയാം, ജോയിൻ ചെയ്യാം. ഇതാണ് √7. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ ചോദിക്കുന്നത്? 7 ഏരിയ വരണമെങ്കിൽ അതിൻ്റെ സൈഡ് എത്രയായിരിക്കണം? ഏരിയ 7 വരണമെങ്കിൽ സൈഡ് ഓഫ് ദ സ്ക്വയർ എന്തായിരിക്കണം? √7 ആയിരിക്കണം. അതുപോലെ തന്നെയാണ് √11 വരുന്നത് അല്ലേ? 11 വരുന്നതും അതുപോലെ തന്നെ സൈഡ് എത്രയായിരിക്കണം? √11 ആയിരിക്കണം. നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം 5 സെൻറ്റിമീറ്റർ വരെ, അതായത് ചെറിയ നമ്പർ 5 സെൻറ്റിമീറ്റർ ഉള്ള വര വരയുക. എന്നിട്ട് കുത്തനെ വെറുതെ വരയുക. ഇവിടെ 5 വരഞ്ഞിട്ടുണ്ടാവും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കോമ്പസിൽ വെച്ചിട്ടെടുക്കുക, അല്ലെങ്കിൽ സ്കെയിൽ നേരെ ഇതിന് ഇവിടെ മുട്ടുന്ന വരെ സ്കെയിൽ വെച്ചിട്ടുള്ള 6 എടുക്കുക. ചിലപ്പോൾ ഇത് കുറച്ച് നീളത്തിലുണ്ടാവും, കാരണം നമ്മൾ വെറുതെ വരക്കുന്നതാണല്ലോ കുത്തനെയുള്ള വര. നേരത്തെ കിട്ടുന്ന ഈ മെഷർമെൻ്റാണ് എന്ത്? √11 എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ടേക്ക് ഈ അളവ് വെച്ചിട്ട് ഇത് കോമ്പസിലെടുക്കുക. ഈ അളവ് കോമ്പസിലെടുക്കുക. സ്കെയിൽ ഉപയോഗിച്ചാൽ കിട്ടില്ല. അതായത് പോയിൻ്റ് വരുന്ന വിധത്തിലാണ് ഉണ്ടാവുക. 3 പോയിൻ്റ് സംതിങ് ആണ് വരിക. അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്കുള്ളത് കോമ്പസിൽ അളവെടുക്കുക. എന്നിട്ട് ആ കോമ്പസ് കൊണ്ട് തന്നെ തിരിച്ച് ഇതിൻ്റെ മേലെ ഇങ്ങനെ ആർക്ക് വരക്കാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 11 സ്ക്വയർ ഏരിയ വരണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എന്തായിരിക്കണം? അപ്പോൾ 11 വരണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എന്തായിരിക്കണം? √11 ആയിരിക്കണം. അതാണ് ഓർമ്മിക്കേണ്ട കാര്യം. √11 ആയിരിക്കണം. കാരണം √11 ഇൻറ്റു 11 ആണ്. √11 ആണ് 11 വരിക, 11 വരിക. √11 ഇൻറ്റു 11 ആണ്. അപ്പോൾ നമ്മുടെ ഏരിയ കാണേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡാണ്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് നമ്മൾ എഴുതുമ്പോൾ പരപ്പളവ് നമ്മുടെ സമചതുരത്തിൻ്റെ അല്ലേ, ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? സൈഡ് ഇൻറ്റു സൈഡാണ്. നമ്മുടെ വശം ഗുണിക്കണ വശമാണ്. ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? സൈഡ് ഇൻറ്റു സൈഡാണ്. വശം ഗുണിക്കണ വശം, പരപ്പളവ്, സമചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്. നമുക്ക് ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറയുമ്പോൾ എന്താ വരിക? √7 ഇൻറ്റു √7 ആണ് എന്ത് വരിക? 7 വരിക.
അല്ലേ? അപ്പോൾ സൈഡ് എന്തായിരിക്കും? സൈഡ് √7 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ രണ്ടാമത്തതിൻ്റെയും. എന്താണ് ഏരിയ? ഏരിയ ഓഫ് എ സ്ക്വയർ. നമ്മൾ ആ പിക്ചർ വരച്ചിട്ട് അതിന് താഴെ എഴുതി കൊടുത്താൽ മതി. നേരത്തെ പറഞ്ഞ പിക്ചർ ഉണ്ടല്ലോ, എന്ത് വരും? √11 × √11 ആണ്. അതാണ് നമുക്ക് 11 കിട്ടുക. അതായത് നമ്മുടെ സൈഡ് എന്ന് പറയുന്നത് എന്താണ്? √11 ആണ്. നമ്മുടെ ഇത് എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം? ഇതിൻ്റെ പിക്ചർ 3 സെൻറ്റിമീറ്റർ എടുക്കാം, എന്നിട്ട് കുത്തിനെ ഒരു വര വരയാം, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 4 സെൻറ്റിമീറ്റർ എടുക്കാം, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാം? നമ്മുടെ സ്ക്വയർ വരഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന മെഷർമെൻറ്റ് എന്ന് പറയുന്നത്, സോറി ഇത് 3 അല്ലേ, ഇവിടെ ഈ മെഷർമെൻറ്റാണ് വരിക. ഇവിടെയാണ് എന്ത് വരിക? നമ്മുടെ √7 വരിക. ഇങ്ങോട്ടേക്ക് സ്ക്വയർ വരഞ്ഞു കൊടുക്കുക. ഇനി അതേപോലെ തന്നെ ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് 5 എടുക്കാം, പിന്നെ കുത്തനെ വെറുതെ ഒരു വര വരയാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 6 സെൻറ്റിമീറ്റർ ഉള്ള ലൈന് മുട്ടുന്ന വിധത്തിൽ സ്കെയിൽ വെച്ചിട്ട് നേരെ മുട്ടുന്ന വിധത്തിൽ, അല്ലെങ്കിൽ 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഈ ലൈനുമിലൊരു ആർക്ക് വരാം. അപ്പോൾ നമുക്കിതാ ഈ മെഷർമെൻറ്റാണ് √11 കിട്ടുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി എടുക്കുക കേട്ടോ, എന്നെങ്കിൽ മാത്രമേ നമുക്കത് 90 ഡിഗ്രി കൃത്യമായിട്ട് വളയാൻ പാടില്ല. പിന്നെ എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഒരു സ്ക്വയർ വരയുക. ഇതാണ് നമ്മുടെ പിക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെയുള്ള പിക്ചറൊക്കെ നന്നായിട്ട് നോക്കുക. ഇതേപോലെ നമുക്ക് എല്ലാം വരയാൻ പറ്റും. √3, √7, √11, √13. √13 ആണെങ്കിൽ ഏതാണ് എടുക്കാം? 7² - 6² ആണ് ഫസ്റ്റ് 6. നമുക്ക് ആ സ്ക്വയർ എഴുതി കഴിഞ്ഞാൽ അതിനകത്തുള്ള ചെറിയ നമ്പറാണ് നമ്മൾ ബേസിൽ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡിൽ എടുക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.